അട്ടപ്പാട്ടൂർ വന്ന ശിവക്ഷേത്രത്തിലുള്ള സിംഹാദ്രി ക്ഷേത്രത്തിൽ അവിടെ ശബരിമലക്ക് പോയിട്ട് പിന്നെ ഒരു അമ്പലത്തിൽ പോക്കാന്ന്. ഈ അമ്പലത്തിൻ്റെ 4 അമ്പലമുണ്ട്. ഒന്ന് അയ്യപ്പൻ്റെ, യാസസ്, ആവേസ്. നല്ല വലിയൊരു അമ്പലമാണ്. ഇവിടെ ശ്രീ മഹാദേവ അമ്പലമുണ്ട്, വലിയൊരു അമ്പലം. നമ്മളിന്ന് ഏറ്റുമാനൂരുള്ള ഏറ്റവും സിംഹാദേവ ടെമ്പിൾ. ഇന്ന് നമ്മളിവിടെ നിൽക്കലാണ്. നാളെ ഇനി ബാക്കി എല്ലാ അമ്പലത്തിൽ പോകുന്നത്. ഇത് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ കാഴ്ച കാണാം. ഏറ്റുമാനൂർ വലിയൊരു അമ്പലമാണ്. കുറേ ഏറ്റുമാനൂർ വലിയൊരു അമ്പലമാണ്. ശിവന്റെ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണ്. ഇവിടുന്ന് കാലകീച്ച് വേണം അമ്പലത്തിനുള്ളിൽ പേര്. എല്ലാ അയ്യപ്പന്മാർക്കും വരുന്നൊരു അമ്പലമാണ് ഏറ്റുമാനൂർ ശിവ മഹാദേവ ടെമ്പിൾ. നല്ലൊരു അമ്പലമാണ്. അമ്പലത്തിൽ കയ്പിക്കണ്ടിലൂടെ കയ്പിക്കുക ഇവിടെ എഴുതിയതിലുണ്ട്. ഏറ്റുമാനൂർ അമ്പലത്തിൽ കഴിയുമ്പോൾ ഇവിടെ അന്നദാന മണ്ഡപം നയിച്ചുള്ള അവിടെ പോയാൽ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. ഇവിടെ വന്നാൽ ഇവിടെ വന്ന് നോക്കാം, ഫുഡ് സർക്കാരിൻ്റെ കിട്ടും. നമ്മളിന്ന് ഏറ്റുമാനൂർ കൂടെ സ്റ്റേ ചെയ്യലാണ്. നാളെ രാവിലെ 3 മണിയാകുമ്പോൾ പോകും. 3 4 മണിയാകുമ്പോൾ കുയ്യാടമ്പലം കുറേ അമ്പലത്തിൽ പോകുന്നുണ്ട്. അമ്പലം കാണാം. ഇന്നത്തെ ഇവിടെ ഇഷ്ടപ്പെട്ട് കേൾക്കുന്നു. ആസ്ഥാന മണ്ഡപം, ഇത് ആസ്ഥാന മണ്ഡപം. ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയാൽ കാണേണ്ട ഒരു അമ്പലമാണ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. നമ്മൾ നാരായണീൻ്റെ ഒരു അമ്പലം കൂടിയാണ്. നമ്മളിന്ന് ഏറ്റുമാനൂർ കൂടെ സ്റ്റേ ചെയ്യലാണ്. നാളെ രാവിലെ 3 മണിയാകുമ്പോൾ പോകും. 3 4 മണിയാകുമ്പോൾ കുയ്യാടമ്പലം കുറേ അമ്പലത്തിൽ പോകുന്നുണ്ട്. അമ്പലം കാണാം. ഇന്നത്തെ ഇവിടെ ഇഷ്ടപ്പെട്ട് കേൾക്കുന്നു.